നമസ്കാരം. യുദ്ധം നമ്മൾ കുറേയൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഈ രീതിയിൽ യുദ്ധം അതിൻ്റെ പീക്ക് ലെവലിലേക്ക് ഉയരുന്നു വിചാരിച്ചതല്ല. കാരണം സന്ധി സംഭാഷണം നടക്കുകയാണല്ലോ. ഇറാനിൽ ഒമാനിൽ സന്ധി സംഭാഷണം നടക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന പോലെയുള്ള ഒരു കാര്യം, ഓർക്കാപ്പുറത്തുള്ളൊരു ആക്രമണം, അതാരും പ്രതീക്ഷിച്ചതല്ല. മാത്രമല്ല, ഈ യുദ്ധം ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ ആ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ക്ലാഷ് ആയിട്ടാണ് നമ്മൾ ഒരു പരിധിവരെ കണക്കെടുത്തത്. എങ്കിൽ പോലും യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ സൈനിക താവളങ്ങൾ, US-ൻ്റെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ അതിനുള്ള സാധ്യത നമ്മൾ അത്രയും സമീപത്ത് കണ്ടിരുന്നില്ല. അതിവിദൂരമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകും അത്രയും കരുതിയിരുന്നുള്ളൂ. പക്ഷേ കാര്യങ്ങൾ അവിടേക്കല്ല നീങ്ങുന്നത്. UAE, അറേബ്യൻ കൺട്രീസിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ UAE. പിന്നെ ഖത്തറുണ്ട്, ബഹ്റൈനുണ്ട്, കുവൈറ്റുണ്ട്, ഒമാനുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇതെല്ലാത്തിനും കൂടി സാധാരണക്കാർ പറയുക ദുബായാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദു. ഏകദേശം അവിടെ എണ്ണയൊന്നുമില്ല. എങ്കിൽ പോലും അവിടുന്ന് ലോകത്തിലുള്ള സമാധാനകാംക്ഷികളുടെ സ്വർഗമാണ് അവിടം. അവരൊരു സെൻസേഷനാണ് ദുബായ്. എവിടെയുമില്ലാത്ത സമാധാനം കാക്ഷിക്കുന്ന ആളുകൾ ഓടി വരുന്നത്, ഫ്രീ ഹോൾഡ് സ്ഥലമെടുക്കുന്നത്, ഗോൾഡൻ വിസ സമ്പാദിക്കുന്നതെല്ലാം ദുബായിലാണ്, എല്ലാവർക്കും അറിയാം. ആ ദുബായിയുടെ തന്നെ ദുബായ് എന്ന് പേരെഴുതുന്നതിന് പകരം ബുർജ് ഖലീഫയുടെ പടം കാണിച്ചാൽ ദുബായി ആയി. ആ ബുർജ് ഖലീഫയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ ഷാഹേദ് 136 ഡ്രോൺ പതിച്ചിട്ടുള്ളത്. പാം ജുമൈറയുണ്ട്. അത് കടലിനകത്ത് കടൽ വെട്ടിയിട്ട് നമ്മളുടെ എണ്ണപ്പന പോലെ ഇങ്ങനെ മേലോട്ട് പോയിട്ട് എണ്ണയുടെ പനകൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ പകലേയും നോക്കുന്ന സമയത്ത് വിമാനത്തിൽ പോകുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ട് അവിടെ വരുമ്പോൾ ചിലപ്പോൾ അവർ അനൗൺസ് ചെയ്യും, നിങ്ങൾ താഴോട്ട് നോക്കിയാൽ പാം ജുമൈറ കാണാമെന്ന്. ചിലപ്പോൾ അതിൽ നമ്മുടെ മുമ്പിലുള്ള സ്ക്രീനിൽ അത് തെളിയും. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു പന, കടലിൻ്റെ നടുവിലൊരു പന നിൽക്കുന്നതായിട്ടേ തോന്നുള്ളൂ. പക്ഷെ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ വലിയൊരു ടൗൺഷിപ്പാണത്. അതവരുടെ അഭിമാനമാണത്, അവരുടെ പ്രസ്റ്റീജാണ് ആ സ്ഥലം. അവിടെ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. അംബാനിയുടെ മകനൊക്കെ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ അധികം വിലയൊന്നുമില്ല. 200 കോടി രൂപ, 210 കോടി രൂപ, 300 കോടി രൂപയ്ക്കേ വിലയുള്ളൂ. ആർക്കും വാങ്ങിക്കാവുന്ന കാര്യമാണ്. അവിടെയും മിസൈൽ വീണിട്ടുണ്ട്. വലുതായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ആ ഇടവും കൂടി ഈ യുദ്ധത്തിൻ്റെ മേഖലയിൽ, അപകട മേഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സാരം. അതുപോലെ നമുക്ക് വേവലാതി ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചു. ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പെട്രോളിൻ്റെ വില ലിറ്ററിന് 1000 രൂപയാകും. കുറഞ്ഞത് 750 രൂപയാകും. അവിടേക്കാണ് അതിൻ്റെ സ്ഥിതി പോകുന്നത്. ഡോളറിൻ്റെ വില കത്തിക്കയറുകയാണ്. ഇന്നിപ്പം വെറും 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോളറിന് 40-50 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ 100ൻ്റെ അടുത്തേക്ക് കുതിച്ച് കയറുകയാണ്. ഇതൊക്കെ നമ്മളുടെ പ്രശ്നങ്ങളാണ്, ഇന്ത്യക്കാരുടെ അഥവാ കേരളീയരുടെ പ്രശ്നങ്ങളാണ്. ദുബായിൽ മഴ പെയ്താൽ നമുക്കിവിടെ കുടചൂടണം. അത്രത്തോളം ഒരു മാനസിക ഐക്യമാണ് നമുക്ക് ദുബായ്ക്കാരുമായിട്ടുള്ളത്, അഥവാ UAE. എങ്കിലും ദുബായ് എന്നേ പറയുള്ളൂ. UAE-യേക്കാൾ വലുതാണ് ദുബായ്. നമുക്ക്
ഇവിടെയുള്ള കുട്ടികൾ അബുദാബിയിൽ പോയാലും ഷാർജയിൽ പോയാലും അജ്മനിൽ പോയാലും മലയിൽ പോയാലും റാസൽ ഖൈമയിൽ പോയാലും എവിടെ പോയാലും മോനെ എവിടെയാ ദുബായിലാ എന്നാ പറയുക. നമ്മുടെ മനസ്സിലതാ വരിക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരുപാട് US സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് അവർ പുറത്തു പറയില്ല. കാരണം ഒരു സൈനികൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്ക ഇളകും. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഏതായാലും ഗൾഫിൽ നിരക്കെ പരക്കെ മിസൈലുകളൊന്നും പതിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ പലരും ഫോൺ ചെയ്യുമ്പോൾ പറയും ശബ്ദങ്ങൾ കേൾക്കാനുണ്ട്. ശബ്ദം കേൾക്കുമ്പോൾ എവിടെയെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അത് ഇന്ന സ്ഥലത്താണെന്നറിയാം. ഒരു വലിയ രൂപത്തിലുള്ളൊരു ബോംബാക്രമണം എന്ന് പറയാവുന്ന രീതിയിൽ ആയിട്ടില്ലെങ്കിൽ പോലും എല്ലാവരും ഭയചകിതരാണ്. പുറത്തു കിടക്കാൻ പലപ്പോഴും ഭയമാണ്. ഏത് സമയത്തും സൈറൺ വിളി മുഴങ്ങുന്നു. നമ്മുടെ പശ്ചിമേഷ്യ, നമ്മുടെ സ്വന്തം ഗൾഫ് കൺട്രീസ് ഒരു മഹായുദ്ധത്തിൻ്റെ കെടുതിയിലേക്കാണോ പോകുന്നത്? അല്ല എന്ന് പറയാൻ പറ്റില്ല. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേൽ അവരുടെ സംയുക്തമായിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നത്. പക്ഷെ അവർ തമ്മിലുള്ള ആക്രമണം ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇറാൻ, അറേബ്യൻ കൺട്രീസ് അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇറാനും ഒരു ഭാഗത്ത് ഖത്തർ, ബഹ്റൈൻ, UAE എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ദുബായിയെ സംബന്ധിച്ചിടത്തോളം, ദുബായിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അവരത് കണ്ടിട്ടില്ല. ഇടക്കാലത്ത് വന്ന് കൊറോണ മാത്രമാണ് അവർക്കൊരു യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കിയത്. എല്ലാം അടയ്ക്കുന്നു, സൈറൺ വിളികൾ മുഴങ്ങുന്നു, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആഹാരനിഹാരാദി കാര്യങ്ങൾക്ക് പോലും ഭംഗം വരുമോ എന്ന് ഉണ്ടായ സംഭവമുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണർന്ന് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവിടുത്തെ രാജാക്കന്മാർ കോടികൾ മുടക്കിയിട്ട് നമ്മളുടെ സ്വന്തം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് അലി സാഹിബൊക്കെ ഉള്ള സ്വത്തിൽ ഒരു വലിയൊരു ഭാഗം മുഴുവൻ കൊറോണയ്ക്ക് വേണ്ടിയിട്ട്, ആൾക്കാർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ബർദുബായിലും ദേരയിലേക്കും പോയ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ആ ചരിത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. 3 വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ കൊണ്ട് എത്തിക്കുകയാണ്. എന്തെങ്കിലും ചാറും ചോറൊന്നുമല്ല, ചിക്കൻ ബിരിയാണി അടക്കമുള്ള കാര്യം. അന്ന് ആ കാലഘട്ടത്തിൽ അവർ ആ ഞെരുക്കം അനുഭവപ്പെട്ടു. ഒരർത്ഥത്തിൽ ഒരു യുദ്ധത്തിൻ്റെ ഞെരുക്കം അനുഭവപ്പെട്ടു. ഇപ്പോൾ അതിനുശേഷം ഇതൊന്നും പ്രതീക്ഷിച്ചതില്ല. കാരണം ഗൾഫ് കൺട്രീസ്, UAE ആകട്ടെ, അല്ലെങ്കിൽ മറ്റേ UAE, അതിൻ്റെ വിവിധ സ്റ്റേറ്റുകൾ, അതല്ലെങ്കിൽ ഖത്തർ, കുവൈറ്റ്, ഇപ്പുറത്ത് ബഹ്റൈൻ, ഒമാൻ, ഇവരാരും ആരോടും നിതാന്ത ശത്രുത വെച്ച് പുലർത്തുന്ന ആൾക്കാരല്ല. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് പാകിസ്ഥാൻകാർ ശത്രുക്കളാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. ആണെന്ന് പറയാൻ താല്പര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ തുടങ്ങിയോ എന്നാ ചോദിക്കുള്ളൂ. പക്ഷെ ഇവിടുത്തെ സ്ഥിതി അതല്ല. ഇവിടെയുള്ള പ്രവാസ ലോകത്തിലുള്ള ആളുകൾ, അവിടെയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും അവർ ഞെട്ടിവരയ്ക്കുന്നൊരവസ്ഥയാണ്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഏതായാലും ഇവിടെ മറ്റൊരു അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട്. യുദ്ധം തുടങ്ങി വെച്ചത്, യുദ്ധം തുടരുന്നത് ഒരു പരിധി വരെ ഇസ്രായേൽ, ഇറാൻ, നടുവിൽ അമേരിക്ക. ഇപ്പം അതിൻ്റെ വഴി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും മാറി നിന്ന് മുഖം പൊത്തിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ഇപ്പോൾ യുദ്ധം മുസ്ലിങ്ങൾ തമ്മിലാണ് യുദ്ധം. ഇരുപക്ഷത്തും മുസ്ലിങ്ങളാണ് ഉള്ളത്. എല്ലാവരെയും ദൈവം ഒന്നാണ്, വിശ്വാസം ഒന്നാണ്, പ്രവാചകൻ ഒന്നാണ്, എല്ലാവരുടെയും ആപ്തവാക്യം അല്ലാഹു അക്ബർ അതും ഒന്നാണ്. പക്ഷേ 1400-500 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ശത്രുത, പ്രവാചകൻ മരണപ്പെട്ട് മറമാടുന്നതിന് മുൻപുണ്ടായ ഒരു സെപ്പറേഷൻ, ഒരു വേർതിരിവ്, അതാണ് സുന്നി ഷിയ വേർതിരിവ്. അതിൻ്റെ രൂക്ഷമായിട്ടുള്ള വശങ്ങൾ അടങ്ങി ഒടുങ്ങി വരികയായിരുന്നു. വാസ്തവത്തിൽ ശത്രുത അത് അലിഞ്ഞലിഞ്ഞില്ലാതായി വരികയായിരുന്നു. അനവധി കാലങ്ങൾക്ക് മുമ്പ് ഇല്ലാതായി പോയ നയതന്ത്രം, ബന്ധങ്ങൾ ഇറാനും
സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധക്കുറവുകൾ അതെല്ലാം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യയുടെയോ ചൈനയുടെയോ ഇടപെടൽ മുഖാന്തരം. ഇപ്പോൾ അത് വീണ്ടും ആളിക്കത്താൻ തുടങ്ങി. ഇപ്പോൾ യുദ്ധം സുന്നി ഷിയ എന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് യുദ്ധമെന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം കഴിഞ്ഞു. ഇവിടെ അമേരിക്കയ്ക്ക് വേറെന്താ വേണ്ടത്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലായിടത്തും ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറേബ്യൻ കൺട്രീസെല്ലാം ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യുദ്ധം വന്ന സമയത്ത് ഇറാൻ ലക്ഷ്യമിടുന്ന ബേസിനെയാണ്. അവർക്ക് അമേരിക്കയിൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ഭൂഗോളത്തിൻ്റെ ഈ സൈഡിലാണ് ഇറാൻ, മറ്റേ ഭാഗത്താണ് അമേരിക്ക കിടക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ബേസിനെയാണ് ലക്ഷ്യമിടാൻ അവർ നേരത്തെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇറാൻ യുദ്ധം ചെയ്യുന്ന വാസ്തവത്തിൽ US-നോടാണ്, അമേരിക്കയോടാണ്. പക്ഷെ അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത്, സങ്കടങ്ങൾ അനുഭവിക്കുന്നത് ആരാണ്? ഗൾഫ് കൺട്രീസാണ്. പ്രാക്ടിക്കലി ഇപ്പോൾ യുദ്ധം ഇറാനും അറേബ്യൻ രാജ്യങ്ങളും തമ്മിലായിക്കഴിഞ്ഞു. ഇവിടെ അമേരിക്കയും ഇസ്രായേലും മാറി നിന്ന് അവർക്കിതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അവരെന്താണോ പശ്ചിമേഷ്യയിൽ ആവശ്യപ്പെടുന്നത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ചാവി കൊടുക്കുന്നു. ചെണ്ടകുട്ടി പാടാൻ പാവകൾ, അതാണിപ്പോൾ ഇറാനും അറേബ്യൻ രാജ്യങ്ങളും എന്നായി കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയാകട്ടെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു അറേബ്യൻ രാജ്യത്തെയും ആത്മാർത്ഥമായിട്ട് യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സഹായിക്കില്ലെന്ന് ഉറപ്പാണ്. കാരണം അവരുടെ ലക്ഷ്യം കലാപപൂരിതമായിട്ടുള്ള പശ്ചിമേഷ്യയാണ്. അവർക്ക് സദ്യ വേണ്ട, അവർക്ക് സൗഹൃദവും വേണ്ട, ഇനി അവർക്ക് യുദ്ധവും വേണ്ട. കേട്ടോ, യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണല്ലോ. ആയുധ വിൽപ്പനയിലൂടെയുള്ള ലാഭം ഈ വിധത്തിൽ പോകും. കാരണം ഇത് അമേരിക്കയുടെ കൂടെ യുദ്ധമാണ് ആയതുകൊണ്ട്. അല്ല, അവർക്ക് യുദ്ധവും വേണ്ട. പിന്നെന്താ വേണ്ടത്? എണ്ണ സമ്പന്നതയുടെ രാജ്യങ്ങൾ അവർ കീഴടങ്ങണം, അത്രമാത്രം. അല്ലെങ്കിൽ പിന്നെ യുദ്ധം കീഴടക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. ഇപ്പോൾ അവർക്ക് റീസസ് ടൈം കിട്ടിയിരിക്കുകയാണ്. ഒന്ന് മാറി നിൽക്ക്, വിശ്രമിക്കുന്നൊരവസ്ഥ. കാരണം എന്താണ്? സുന്നി ഷിയ എന്ന് പറയുന്ന രണ്ട് എക്സ്ട്രീം വിഭാഗങ്ങൾ മാനസികമായിട്ട് ഇപ്പോഴും പലപ്പോഴും നമ്മൾ കണ്ടതാണ്. പലസ്തീൻ ഗസ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചാൽ തന്നെയും ഇറാൻ പരാജയപ്പെടണം എന്ന് പറയുന്ന സുന്നി നേതാക്കൾ ഇന്ത്യയിലുമുണ്ട്. അത്രയും അവർ തമ്മിലുള്ള സ്പർദ്ധ അതുപോലെയാണ്. എൻ്റെ മകൻ ചത്താലും വേണ്ടില്ല, മരുമകൾ വിധവയാകണം എന്ന് പറഞ്ഞ പോലെ തന്നെ 1500 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ സംഭവത്തിൻ്റെ പേരിൽ അന്ന് പ്രവാചകൻ്റെ മരണം സംഭവിച്ചിട്ട് മൃതശരീരം മറമാടിയിട്ടില്ല. 3 ദിവസം കഴിഞ്ഞിട്ടാണ് മറമാടിയതെന്നാണ് പറയുന്നത്. അന്ന് ആരംഭിച്ച ഈ വേർപ്പെടൽ ഇടക്കാലത്ത് വെച്ച്, ഒമാനിലൊക്കെ വെച്ചുള്ള ഇടക്കാലത്ത് വെച്ച് റഷ്യയുടെയോ ചൈനയുടെയോ ഇടപെടൽ കാരണം കൊണ്ട് ചെറിയ രൂപത്തിലൊരു സൗദി അറേബ്യ ഇറാൻ ദാറ്റ് മീൻസ് സുന്നി ഷിയ ഒരു സമരസപ്പെടൽ അത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതെല്ലാം വെള്ളത്തിൽ വരച്ച വരകളായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഇനിയിപ്പോൾ എന്താകാനാ? US-ന്റെ സന്ദേശം ഇത്രമാത്രമാണ്: എണ്ണ രാജ്യങ്ങൾ മുഴുവൻ അവരുടെ കീഴിൽ വരണം. പശ്ചിമേഷ്യയെ മൊത്തം തങ്ങളുടെ കാൽ കീഴിൽ ആക്കണം. അതിനുവേണ്ടി അവർ ഇസ്രായേലിനെ മുഖ്യ താവളമാക്കുന്നു. ഗതികേട് കൊണ്ടെന്ന് പറയണം. അറേബ്യൻ കൺട്രീസ്, ഖത്തർ, അതുപോലെ തന്നെ ബഹ്റൈൻ, UAE, കുവൈറ്റ്, ഇറാഖ് അടക്കം ഇവരെല്ലാവരും ഈ അമേരിക്കക്കാർക്ക് സൈനിക താവളങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം. അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാനിലെ അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകളും കൊല്ലപ്പെട്ടു, മകളുടെ കുട്ടിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളായിട്ട് ബ്രിട്ടൻ്റെ വിമാനം വരെ അവിടെ വന്നിട്ടുണ്ട്. അതുതന്നെ ഇപ്പുറത്ത് ചൈനയോ റഷ്യയോ ഇന്ത്യയൊന്നും അതിലിടപെടാൻ തയ്യാറുമല്ല. ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഇറാൻ.
ഇതെല്ലാം കാണുന്ന സമയത്ത് ഇനി എന്താണ് ഒരു മാർഗം? മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ, എണ്ണ സമ്പന്നതയുടെ പേരിൽ മുന്തി നിൽക്കുന്ന രാഷ്ട്രങ്ങൾ, അബുദാബി, അതുപോലെ തന്നെ സൗദി അറേബ്യ, വെനസ്വലയുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇനി ഒറ്റ ഗതി മാത്രമേ ഉള്ളൂ, കീഴടങ്ങുക. അതല്ലെങ്കിൽ അവരാൽ കീഴടക്കപ്പെടുക. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ സാമന്ത രാജ്യമായിട്ട് മാറും. അടിമകളെപ്പോലെ ആയി മാറും, പാശ്ചാത്യരുടെ അടിമകളായി മാറും അറേബ്യൻ രാഷ്ട്രങ്ങളിലെ പ്രജകൾ അത്രയും. നമസ്കാരം.